അർജുൻ രാജ് നമുക്കൊപ്പം ചേരുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അർജുൻ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഈ സമരം അവസാനിച്ചോ? ഇന്നത്തേക്ക് അവസാനിച്ചോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? സമരം പൂർണ്ണമായും ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടത്തിൽ എത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പക്ഷേ സംഘർഷാവസ്ഥ ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മാറി എന്ന് പ്രധാന കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പക്ഷേ സംഘർഷാവസ്ഥ ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മാറി എന്ന് പറയേണ്ടി വരും. പ്രവർത്തകർ ശാന്തമായി ഇരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പ്രധാന കവാടത്തിലേക്ക് അകത്തേക്ക് പ്രവേശിച്ച് VCയുടെ ഓഫീസിന് തൊട്ടടുത്ത് വരെ പ്രവർത്തകരെത്തി ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തി. പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏറെ നേരം പോലീസ് പരിശ്രമിച്ചെങ്കിലും കുറേ സമയം, ഏകദേശം 1.5-2 മണിക്കൂറോളം ഈ പ്രതിഷേധം നീണ്ടു നിന്നു. അതിനിടയിൽ വലിച്ചിഴച്ചാണ് പല പ്രവർത്തകരെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. പ്രസിഡന്റ് ശിവപ്രസാദിനെ മാത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് പ്രവർത്തകർ ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിയതോടെയാണ് ശിവപ്രസാദിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. എന്തായാലും ഈ പ്രതിഷേധം അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ഇപ്പോൾ സർവകലാശാലയ്ക്ക് ഉള്ളിൽ അവസാനിച്ചുവെന്ന് പറയാം. അതേസമയത്ത് തന്നെ പ്രവർത്തകർ ഇവിടെ തുടരുകയാണെങ്കിൽ പോലീസ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവരിവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ പോലീസ് സന്നാഹം തമ്പടിച്ചിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കാണ് ഇന്ന് SFIയുടെ പ്രതിഷേധം ഉണ്ടായത്. അതായത് ബാരിക്കേഡിന് മുന്നിൽ തടഞ്ഞു കഴിഞ്ഞാൽ 1-2 പ്രവർത്തകർ അകത്തേക്ക് ചാടി പ്രതിഷേധം അവസാനിപ്പിക്കും എന്നൊരു കണക്കുകൂട്ടൽ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് 100-ലേറെ പ്രവർത്തകരാണ്, SFI പ്രവർത്തകരാണ് ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തുകയും അതിനുശേഷം ഇതിൻ്റെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. അത് പോലീസ് പക്ഷേ കണക്ക് കൂട്ടിയതല്ല. അത്രയും ശക്തമായ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിലേക്ക് പ്രതിഷേധം ഉണ്ടായി. അത് പിന്നീട് VCയുടെ ഓഫീസിന് മുന്നിലേക്ക് വരെ സംഘർഷാവസ്ഥ നീണ്ടു. അവിടെ നിന്ന് വലിച്ചിഴച്ച് പ്രവർത്തകരെ കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. പലവട്ടം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. ചില പ്രവർത്തകർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഏറെ നേരം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് ഈ പ്രധാന കവാടത്തിൻ്റെ പുറത്തേക്ക് മാറ്റാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇപ്പോഴും 100-ലേറെ പ്രവർത്തകർ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. അവർ നേരത്തെ പറഞ്ഞത് ഇക്കാര്യത്തിൽ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് SFI തീരുമാനിച്ചിട്ടുള്ളതെന്നാണ്. അതിനിടയ്ക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ സമരക്കാർക്കിടയിൽ വന്ന് അവരോട് സംസാരിച്ചത്. ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പാർട്ടിയുടെ കൂടി ശക്തമായ ഒരു പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും SFIയുടെ ഈ സമരവും വരുന്ന സമരങ്ങളുമെന്ന് കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്തെമ്പാടും കണ്ട രീതിയിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. ഇപ്പോഴെന്തായാലും സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശത്തുള്ള അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകരെ പരമാവധി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലീസിന് കഴിഞ്ഞു. ബാക്കിയുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. VS അനു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനു, സമീപകാലത്തൊന്നും നമ്മൾ ക്യാമ്പസുകളിൽ കാണാത്ത വിധത്തിലുള്ള വലിയ സമരത്തിനാണ് SFI അവിടെ നേതൃത്വം നൽകിയത്. സർവകലാശാലയിൽ വളരെ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു സമരമായിരുന്നു അല്ലേ? അതായത് ആദ്യഘട്ടത്തിൽ പുറത്തുനിന്നുള്ള പ്രവർത്തകർ ബാരിക്കേഡ് വെച്ച സ്ഥലത്തേക്ക് മാർച്ച് നടത്തി എത്തുന്നു. പോലീസ് അവിടെ വെച്ച് തടയുന്നു. കുറേ ആളുകൾ ബാരിക്കേഡ് മറികടന്നുള്ളിലേക്ക് കയറുന്നു. ഇതിനോടകം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഉള്ള അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തുന്നു. അങ്ങനെ 3 തരത്തിലുള്ള പ്രതിഷേധ രീതികൾ അവിടെ ഉണ്ടായി. വളരെ ആസൂത്രിതമായി SFI അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സമീപകാലത്തൊന്നും ഇങ്ങനെ സമരം നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല അല്ലേ?
ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം കേരള സർവകലാശാലയുടെയും ഞാനീ നിൽക്കുന്ന പ്രധാനപ്പെട്ട കവാടം, ഈ കവാടം തള്ളി തുറന്ന് SFI പ്രവർത്തകർ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തകർ തള്ളിക്കയറി VC-യുടെ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ തികച്ചും അസാധാരണമായ ഒരു സമരത്തിനാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനം വേദിയാകുന്നത്. ഈ കഴിഞ്ഞ ആ പ്രധാന കവാടം കഴിഞ്ഞ് ഈ ഗ്രില്ലാണ്, ഈ ഗ്രില്ലും മറികടന്നുകൊണ്ടാണ് SFI പ്രവർത്തകർ ഈ VC-യുടെ ഓഫീസിലേക്ക് പോയത്. നോക്കുക, കേരളത്തിലെ ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയുടെ ആസ്ഥാനത്ത് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ പോലീസ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ഇവിടുത്തെ സമരം മാറി. നിരവധി പോലീസുകാരെ കനത്ത സുരക്ഷയ്ക്കായി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പോലീസുകാർ പോലീസിനെ സംബന്ധിച്ച് അവർ സംയമനത്തോട് തന്നെയാണ് ഇന്നത്തെ പെരുമാറ്റം. സാധാരണ നമ്മളറിയാം, ആദ്യം ഈ ബാരിക്കേഡ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലീസ് ഒരു ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി അക്രമാസക്തമാകുകയാണെങ്കിൽ ടിയർ ഗ്യാസ്, അല്ലെങ്കിൽ പിന്നീട് ലാത്തി ചാർജ്. പക്ഷേ അങ്ങനെ യാതൊരുവിധ നടപടിയും ഇവർ ഉണ്ടായില്ല. ഇവർ ബാരിക്കേഡിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ബാരിക്കേഡ് തള്ളിയിടാനോ മറിക്കാനോ ശ്രമിക്കാതെ അത് മറികടന്ന് നേരെ VC-യുടെ ഓഫീസിന് മുന്നിലേക്ക് അവർ എത്തുകയായിരുന്നു. നിരവധി പോലീസുകാർ ഇവിടെ ഉണ്ട്. നിരവധി പോലീസ് അവർ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കയ്യാങ്കളികളിൽ പോലും പോലീസ് കൃത്യമായ സംയമനം പാലിച്ചു എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോഴും വിദ്യാർത്ഥികളുണ്ട്. പോലീസും തിരുവനന്തപുരത്ത് 2 DCP-മാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി വനിതാ പോലീസുകാരും ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ വനിതാ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ചില പ്രവർത്തകരൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരുവിധപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും SHO-മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ സമര പരമ്പരക്കാണ്. ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ട സമരമാണ്. കാരണം 12:45 കൂടിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ നിന്ന് SFIയുടെ മാർച്ച് എത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി അവർ നടപ്പിലാക്കിയ അവരുടെ സമരം അവർ ഇവിടെ പ്രയോഗിച്ചു. കാരണം സാധാരണ പറഞ്ഞ പോലെ ആ അവിടെ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക. അതിനുവേണ്ടി വരുൺ ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനം ഇവിടെ സജ്ജീകരിച്ചത്. പക്ഷേ പ്രവർത്തകർ അവിടെ നിൽക്കാതെ ആദ്യം വന്നത് മുതൽ തന്നെ അവർ ബാരിക്കേഡ് മറികടന്ന് VC-യുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രധാന കവാടം തള്ളി തുറന്ന് പ്രവർത്തകർ ക്യാമ്പസിന് ഈ VC-യുടെ ഓഫീസിന് മുകളിലേക്ക് പോയത്. നമുക്കിപ്പോൾ SFI ജില്ലാ പ്രസിഡന്റ് നന്ദൻ ചേരുന്നു. നന്ദൻ, ഇന്ന് ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗവർണറോടും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോടും പറയാനുള്ളത്? ഇത് ഒരു സൂചനയാണ്. ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിൻ്റെ രൂപവും മാറും, ഭാവവും മാറും. ഇനിയും ഗവർണർ ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നടത്തിയ സമരം രാജ്ഭവനിലേക്കായിരുന്നു നടത്തുന്നത്. അത് ഈ രീതിയിൽ തന്നെ അങ്ങ് നടത്തുന്നത്. ഈ കേരള സർവകലാശാലയുടെ ഈ പ്രധാന കവാടം തള്ളി തുറന്നൊരു സമരം ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അങ്ങനെ അത്ര ശക്തമായ ഒരു സമരത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്ന സാഹചര്യം എന്താണ്? ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ ഗവർണർ എടുക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള തീരുമാനം SFI എടുത്തു. ആ രീതിയിൽ തന്നെയാണ്. കാര്യം ഗവർണർ ആ രീതിയിൽ നിന്നാൽ ഞങ്ങളും ആ രീതിയിൽ തന്നെ നിൽക്കും. അതിനകത്തൊരു തർക്കമില്ല. SFIയുടെ നിലപാട് ഇതാണ്. ഗവർണർ അസാധാരണമായ നിലപാടുകൾ സ്വീകരിച്ചാൽ അസാധാരണമായ സമരമുറകൾ SFIയും സ്വീകരിക്കും എന്നുള്ള നിലപാടാണ് SFI നേതാക്കളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഏകദേശം 2.5 മണിക്കൂർ നീണ്ട സംഘർഷഭരിതമായ അവസ്ഥ ഇപ്പോൾ ഇവിടെ സർവകലാശാലയിൽ കുറഞ്ഞിട്ടുണ്ട്. ബിരൻ, ഓക്കെ, ശരി. VS അനുവും അർജുൻ രാജുമാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. വലിയ സമരമാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായത്. കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തെ പ്രധാന കവാടം തള്ളി തുറന്ന് വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിലേക്ക് വരെ ആ സമരം നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഈ നിലപാടുമായി ഗവർണർ, ചാൻസലർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരം രാജ്ഭവനിലേക്ക് നടത്തും എന്നുള്ളതാണ് SFI അറിയിക്കുന്നത്.